സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. ബുർക്കിന ഫാസോയിൽ 2 കത്തോലിക്ക വിശ്വാസ പരിശീലകർ കൊല്ലപ്പെട്ടു. ക്രൈസ്തവ വിരുദ്ധ പീഡനം രൂക്ഷമായ ബുർക്കിന ഫാസോയിൽ 2 കത്തോലിക്ക വിശ്വാസ പരിശീലകർ കൊല്ലപ്പെട്ടു. വീട്ടിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ 2 മതബോധന അധ്യാപകരെ ആയുധധാരികൾ ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പൊന്തിഫിക്കൽ സന്നദ്ധ സംഘടനയായ എയ്ഡ് ടു ദി ചർച്ച് ഇൻ നീഡ് അറിയിച്ചു. ടെഡൂഗോ രൂപതയിലെ ബോണ്ടോക്കോയ്ക്ക് സമീപമാണ് ആക്രമണം നടന്നതെന്ന് പ്രദേശവാസി എയ്ഡ് ടു ദി ചർച്ച് ഇൻ നീഡിനോട് പറഞ്ഞു. 4 വിശ്വാസ പരിശീലകർ ഒരുമിച്ച് മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുകയായിരുന്നുവെന്നും എന്നാൽ അവരിൽ 2 പേർ അക്രമികളിൽ നിന്ന് അടുത്തുള്ള വനത്തിലേക്ക് രക്ഷപ്പെടുകയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജനുവരി 25-ന് നടന്ന സംഭവം ദിവസങ്ങൾക്ക് ശേഷമാണ് പുറംലോകം അറിയുന്നത്. ഇതേ സ്ഥലത്ത് നടന്ന 4ാമത്തെ കൊലപാതകമാണിതെന്ന് ബോണ്ടോക്കോയ് പോലീസ് കമ്മീഷണർ ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്റർനാഷണൽ റെസ്ക്യൂ കമ്മിറ്റിയുടെ റിപ്പോർട്ടുകൾ പ്രകാരം രാജ്യ തലസ്ഥാനമായ ഔഗാഡോഗയിലേക്ക് ചുറ്റുമുള്ള മധ്യപ്രദേശം ഒഴികെ ബുർക്കിന ഫാസോയുടെ ഭൂരിഭാഗവും അക്രമാസക്തമായി കൊണ്ടിരിക്കുകയാണ്. 2 ദശലക്ഷത്തിലധികം ആളുകൾ വീടുകളിൽ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിതരായി. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന കുടിയിറക്കൽ പ്രതിസന്ധികളിൽ ഒന്നായാണ് ഇതിനെ പൊതുവെ വിശേഷിപ്പിക്കുന്നത്. പ്രതിസന്ധികളുടെ നടുവിലും വൈദികർക്ക് സ്റ്റൈഫൻഡുകളും കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾക്ക് അടിയന്തര സഹായം, ഭക്ഷണം, മരുന്ന്, മാനസിക സഹായം എന്നിവയും ബുർക്കിന ഫാസോയിൽ സെമിനാരി വിദ്യാർത്ഥികളുടെ രൂപീകരണത്തെ പിന്തുണയ്ക്കുന്ന ഒട്ടനവധി പദ്ധതികളും എയ്ഡ് ടു ദി ചർച്ച് ഇൻ നീഡ് സംഘടന നിർവഹിച്ചു വരുന്നുണ്ട്. ക്രിസ്ത്യാനിയായി ജീവിക്കുന്നതിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ രാജ്യങ്ങളെക്കുറിച്ചുള്ള ഓപ്പൺ ഡോഴ്സിന്റെ പട്ടികയിൽ 20ാമതാണ് ബുർക്കിന ഫാസോയുടെ സ്ഥാനം. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.